ഈ വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, കൊച്ചിനെ ഇങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ വെച്ചിട്ട് വണ്ടി ഓടിക്കണം അത്ര സേഫ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവനെ വെച്ചിട്ട് വണ്ടി ഓടിച്ചിട്ടുമില്ല, ഓടിക്കുകയില്ല. ഇത് ഞാൻ ജസ്റ്റ് വീട്ടിലേക്ക് എൻ്റെ കാർ പാർക്ക് ചെയ്യുമ്പോൾ അവന് ഒരു 15 സെക്കൻഡിലേക്ക് കളിപ്പിക്കാൻ വേണ്ടി ഇരുത്തിയപ്പോൾ എടുത്ത വീഡിയോ കേട്ടോ. ബൈ ദ ബൈ, ഇന്ന് ഐസു ബേബിനെ നമ്മൾ മുടി വെട്ടിപ്പിക്കാൻ കൊണ്ടുപോകട്ടോ. സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ആശാൻ കാലിലെ കരച്ചിലൊക്കെ തുടങ്ങി. പിന്നെ ഇങ്ങനെയൊക്കെയോ കയ്യിലെടുത്ത് ഞങ്ങൾ കൺവിൻസ് ചെയ്യിപ്പിച്ച്. ഐസുട്ടി മുടി വെട്ടാൻ പോവാണോ? അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഹെയർ സ്റ്റുഡിയോയിലാട്ടോ. സംഭവം ഐസുവിനെ മുടി വെട്ടിക്കാൻ കയറിയതാണെങ്കിലും നമ്മൾ സാധിച്ച് ആദ്യം കയറി സീറ്റിലിരുന്നു. എന്റെ അടുത്ത് പ്രത്യേക വീഡിയോ എടുക്കരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എടുക്കുന്ന വീഡിയോ ആട്ടോ. ഇവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കയറി മുടി വെട്ടുന്ന സ്ഥലമാണ്. ഐസുവിന് നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. ഇപ്പൊ ചെക്കൻ ശാന്തി സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു സുനാമിക്ക് മുന്നിലുള്ള ശാന്തതയായിട്ട് ഞാൻ കാണും. അവനൊന്ന് സീറ്റിൽ കൊണ്ടിരുത്തിയതിനു ശേഷം നമ്മുടെ ചേട്ടനൊന്ന് സിങ്കാക്കാൻ നോക്കിട്ടോ. ആദ്യമൊക്കെ ചെക്കൻ ഭയങ്കര സൈലന്റ് ആണെങ്കിലും പിന്നെ നല്ല വൈലന്റ് ആയതിനു ശേഷം ഞാനൊരു കുപ്പി പാലെടുത്തതിന് എന്റെ വായിൽ വെച്ചതിന് ശേഷം അവന് മിണ്ടാണ്ടായി. ആ നേരം കൊണ്ട് ചേട്ടന്റെ പണി തുടങ്ങി. നമ്മൾ ഐസു ജനിച്ചതിന് ശേഷം ചെയ്യുന്ന ആദ്യത്തെ ഹെയർ സ്റ്റൈൽ ആട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും നേഹയും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ സാധിച്ച് ഇതേ ബാക്കിൽ ഇരിപ്പുണ്ട്. ഹെയർ കട്ട് ചെയ്തെന്ന് ചേട്ടന് ഞാൻ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഇവനെ കയ്യിലെടുക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യമൊന്നുമല്ല. സംഭവം നല്ല വൃത്തിക്കും ഭയങ്കര ക്ഷമയോട് കൂടി നമ്മുടെ ചേട്ടൻ ചെയ്തു തന്നിട്ടുണ്ട്. അവസാനം നമ്മുടെ ഐസു ബേബിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. എന്തായാലും നമ്മുടെ ഐസു ബേബിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. കണ്ടില്ലേ ചിരിച്ചിരിക്കണത്. ഇപ്പൊ എനിക്ക് അവന്റെ ക്യൂട്ട്നെസ് ഒക്കെ പോയി ഒരു ഫ്രീക്കനായ പോലെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.